ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ USD അതുപോലെ USD JPY ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ അതോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തേയും പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം ഇതിൻ്റെ ലെവൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡിലൊരു മേജർ ട്രെൻഡാണ് കിട്ടിയിരിക്കുന്നത്. സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ട്രെൻഡാണ് ഇവിടെ ഉള്ളത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ. ഇതിന് ശേഷം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് പിന്നെ ബൈയിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഓവറോൾ സെല്ലിലേക്കുള്ള സാധ്യതകളാണ് വളരെ കൂടുതലായിട്ടുള്ളത്. ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് സൗണ്ട് ലെവൽസും കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മേജർ ട്രെൻഡായിരുന്നു. ഇതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് ഗോൾഡിലുള്ളത്. അതിൻ്റെ ലെവൽസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലോയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഇവിടെ എടുത്തതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ തൊട്ട് മുകളിലുള്ള സെല്ലിംഗ് സോണ് ഇതിനകത്തേക്ക് വന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിൽ എന്താണ് നല്ലൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ട്രേഡ് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ലോ വരെയൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടുന്ന് സെറ്റപ്പ് ഫെയിലായിട്ട് പ്രൈസ് മുകളിലോട്ട് വരുവാണെങ്കിലോ നമുക്ക് വീണ്ടും സെല്ല് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഹൈ മെയിൻ ലിക്വിഡിറ്റി ആയിട്ട് വരും. ഇതിന് തൊട്ട് മുകളിൽ തന്നെ എന്താണ് ഇവിടെ ഒരു സെല്ലിംഗ് സോണും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് ശേഷം ഇവിടുന്ന് പ്രൈസ് ഒന്നും റെസ്പെക്റ്റ് ചെയ്തില്ല, പ്രൈസ് മുകളിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെല്ലിംഗ് സോണിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം കേട്ടോ. ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പേരുകളും കൂടെ നോക്കാം. ഇതുപോലെ നമുക്ക് അടുത്തായിട്ട് യൂറോ USD ഒന്നെടുക്കാം. ഇപ്പോൾ യൂറോ USDയിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഒരു പുതിയൊരു BOS ആണ് നമുക്കിപ്പോൾ ബൈയിങ്ങിലേക്ക്. ഇപ്പോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഇപ്പോൾ ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോ നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ഇതിൻ്റെ ലോ നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഈ തൊട്ട് താഴെയുള്ള ഈ മദർ ക്യാനിൽ നമുക്കൊരു ബൈയിങ് സോണായിട്ടും എടുക്കാം. ഓക്കെ അല്ലേ? ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഈ ബൈയിങ് സോണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈയിലേക്ക് തന്നെ ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനകത്തും ഓവറോൾ ബൈയിൻ്റെ സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ദിവസമൊക്കെ സെല്ലിലേക്കായിരുന്നു. അതിനുശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തപ്പോൾ ബൈയിലേക്കുള്ള ട്രെൻഡ് ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ആ ട്രെൻഡിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടുവാണെങ്കിലും നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബൈയിങ് സോൺ ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ USD JPY കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല ട്രേഡുകൾ USD JPY ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യം നല്ല നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബൈയിലേക്ക് ഉണ്ടായിരുന്ന ഒരു ട്രെൻഡായിരുന്നു ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്നത്. പിന്നീട് വന്നതിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. പിന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ട് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇതും സെല്ലിലേക്കുള്ളൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെല്ലിലേക്കുള്ളൊരു ട്രെൻഡായിട്ട് മാറി. BOS കിട്ടിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈ എന്താണ് 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് വരും. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതിന് ശേഷം USD JPYയിൽ മാർക്കറ്റ് വന്നതാണ് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഈ 1-2 സെല്ലിംഗ് സോണും ഉണ്ട്. ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നിട്ടോ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോണും നമുക്ക് നോക്കാനായിട്ട് പറ്റും, ഈ ഒരു സെല്ലിംഗ് സോണും നോക്കാനായിട്ട് പറ്റും. ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊക്കെ നമുക്ക് എൻട്രി കിട്ടുവാണെങ്കിലും ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ വരെ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും സാധ്യതയാണ് USD JPY കാര്യത്തിലുള്ളത്. പിന്നെ ചോച്ചിന് മുകളിൽ തൊട്ട് മുകളിൽ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വളരെ മുകളിലാണ് വരുന്നത്. യൂറോ USDയിൽ അതുപോലെ തന്നെ ഈ ലെവൽസ് തന്നെയാണ്. പിന്നെ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഹൈനൊന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഹൈനെ സ്വീപ്പ് ചെയ്ത് ഇവിടുന്ന് BOSൻ്റെ ചോയ്സിൻ്റെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇത്രയും ലെവൽസാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിനിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.